ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. ആഹ്ലാദ പ്രകടനത്തിനിടെ ചോക്കാട് പഞ്ചായത്തിലെ വിവിധ വീടുകളിലേക്ക് പടക്കമെറിഞ്ഞതായി പോലീസിൽ പരാതി. പഞ്ചായത്തിലെ 1-ാം വാർഡായ പന്നിക്കോട്ടുമുണ്ടയിലാണ് സംഭവം. UDF-ഉം LDF-ഉം പരസ്പരം പടക്കമെറിഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു. വാളക്കുളം കോളനിയിലെ അംഗപരിമിതനായ വല്ലാഞ്ചിറ ബഷീറിന്റെ വീട്, തൊട്ടടുത്ത തോട്ടുങ്ങൽ പാത്തുമ്മ എന്നിവരുടെ വീടുകളിലേക്കാണ് പടക്കമെറിഞ്ഞതായി പരാതി. ബഷീറും ഭാര്യയും കാളികാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 1-ാം വാർഡായ പന്നിക്കോട്ടുമുണ്ടയിൽ CPM സ്ഥാനാർത്ഥിയായ KT മജീദാണ് വിജയിച്ചത്. മജീദിന് വോട്ട് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ബഷീർ പറഞ്ഞു. ഞങ്ങൾ മജീദിനെ ജയിപ്പിച്ചില്ല, അവർക്ക് പറ്റില്ല. മജീദിന്റെ പെണ്ണുങ്ങൾ ഓയ്ക്ക് വേണ്ടി വോട്ട് കൊടുത്താൽ പെണ്ണുങ്ങൾ പോയി, ഓയ്ക്ക് പറ്റിയില്ല. ആ സംഭവം ഉണ്ടായത്, അതാ ഭാഗമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്റെ പെണ്ണുങ്ങൾ അതാന്നു ഇതാന്നു അങ്ങനെ. അതാ എന്താ ചെയ്തേ? ഓരോ പിന്നെ പടക്കം പൊട്ടിയാണ് നേരത്തേക്ക് എടുക്കുക, പിന്നെ നേരത്തേക്ക് ഇടുക, അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാം. ഒരു എന്തൊക്കെ ഇവിടെ ചെയ്തേന്നോര് ഒന്നര മാടി കാച്ചു പറഞ്ഞ പോട്ട ആ താളത്തെ ഏറ്റുകൂടി ഒരു ഇന്നലെ ഇട്ടു. ആ കുഞ്ഞാമാത്താനെ ഏറ്റുകൂടി നില ഒരു ഇതിട്ടിക്കണ്. ഓല് എന്തൊക്കെ നിലപാട് ചെയ്തതെന്നു മറ്റോര് പറയാം. അസിത്തിന്റെ കുടുക്കാര് പറയാം, അസിത്തിന്റെ കുടുക്കാര് പറയാം. ഇടിയും പന്ത് ഇടിയും പടക്കാൻ ബസ്സൂർ പട കുത്തിരിക്കാം. ബസ്സൂർ പട കുത്തിന്നിട്ട് ബസ്സിന്റെ എടുത്തേക്ക് ഓല് നിലട്ടത് പോലെ പറഞ്ഞത്. ഇവിടെ ആൾക്കാർ കൂടിങ്ങാണ്ട് പിന്നെ ബഷീറിന്റെ ഭാര്യ പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാരാണ് മേലക്ക് കയറിപ്പോയി, ചെക്കന്മാര്. അപ്പൊ പറഞ്ഞു എവിടേക്ക് അങ്ങൾ പോണ്, പിന്നെ മജീദിന്റെ പെരീക്ക് പടക്കം പൊട്ടിക്കാൻ പോകുക, അങ്ങൾ രാവിലെ തുടങ്ങിയതാണല്ലോ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ എത്തിയിട്ടില്ല, വയ്യിലാണ്. ഞാൻ അവിടെ വയ്യിൽ നിൽക്കുന്നു. അപ്പൊ എന്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ 2 അടി വെച്ചു. അപ്പൊ അതിലല്ലെങ്കിൽ എന്റെ മേത്തേക്ക് തന്നെ അത് ആരെ എറിഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കുറെ ആൾക്കാർ നിൽക്കുമ്പോ നമ്മളൊക്കെ നോക്കാൻ പറ്റൂലല്ലോ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മേഖലയിൽ തലങ്ങും വിലങ്ങും ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. LDF വാർഡ് നിലനിർത്തിയതിനെ തുടർന്ന് നടന്ന പ്രകടനത്തിൽ പുലത്ത് കുഞ്ഞാപ്പു, അബു, നൌഷാദ്, റസാഖ്, അസ്മാബി തുടങ്ങി വിവിധ വീടുകളിലേക്ക് LDF പ്രവർത്തകർ പടക്കമെറിഞ്ഞതായി ലീഗ് നേതാവ് പുലത്ത് കുഞ്ഞാപ്പു പറഞ്ഞു. ഏകദേശം രാവിലെ 11 മണി മുതൽ CPM-ന്റെ ആളുകൾ വാർഡ് മുഴുവൻ കടക്കമറിയിലേക്ക് നടന്നു. അന്ന് രാത്രി വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഈ വാർഡിലൂടെ ഒരു വലിയൊരു ജയിച്ച സ്ഥാനാർത്ഥിയുടെയും പാർട്ടിയുടെ നേതൃത്വത്തിൽ നല്ലൊരു പ്രകടനങ്ങൾ നടന്നു. എല്ലാ സ്ഥലങ്ങളിലും പടക്കം എറിഞ്ഞു. കുറെ ആളുകളുടെ വീടുകളിലേക്ക് അവർ പടക്കം എറിഞ്ഞു. ഇവിടെ തന്നെ അടുത്ത് എന്റെ വീട്ടിൽ രാത്രി 11 മണി വരെ എന്റെ വീടിന്റെ മുമ്പിലെ കടയിൽ നിന്ന് അവർ പടക്കം പൊട്ടിച്ചു. അതുപോലെ തന്നെ അനിയന്മാരെ 2 വീട്ടിലേക്ക്, എന്റെ വീടിന്റെ മുമ്പിലുള്ള അബുവിന്റെ വീട്ടിലേക്ക്, തോട്ടിങ്ങൽ റസാഖ് എന്ന് പറയുന്ന ആളെ വീട്, അസ്മാബി എന്ന് പറയുന്ന ആളെ വീട്, ഇങ്ങനെ നൌഷാദ്, വട്ടപ്പറ, ഇങ്ങനെ കുറെ ആളുകൾ വീട്ടിലേക്ക് നിരുതിര പടക്കം എറിഞ്ഞ് 3 ആളുകൾ 10 മണിക്ക് ശേഷം 3 ആളുകൾ ബൈക്കിൽ വന്നുകൊണ്ട് പടക്കം എറിഞ്ഞ് പോകുന്ന സംവിധാനം കണ്ടത്. എന്നാൽ ഞങ്ങൾ ആരും ഒരു തെരഞ്ഞെടുപ്പല്ലേ എന്നുദ്ദേശിച്ചത് കൊണ്ട് അതൊരു പ്രകോപനം ഉണ്ടാക്കാനോ അതിന് പരിശീലിക്കാനോ പോയിട്ടില്ല. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വിജയം, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വിജയം, അതുപോലെ 2-ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ വിജയവുമായി കോട്ടപ്പുഴ പാലം മുതൽ ഏകദേശം ചോക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ വിജയാഹ്ലാദ പ്രകടനം നടന്നു. എവിടെയും കാര്യമായ അനിഷ്ട സംഭവമൊന്നും പ്രവർത്തകന്മാരുണ്ടായിട്ടില്ല. മാത്രവുമല്ല, പടക്കം പൊട്ടിച്ചിരുന്നു കാര്യങ്ങളൊന്നും ആരുടെയും വീട്ടിലേക്ക് പടക്കം എറിയാനോ പോയിട്ടില്ല. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ സത്യവിരുദ്ധമാണ്, അസത്യമാണ്. മാത്രമല്ല, പടക്കം പൊട്ടിച്ചു എന്ന് പറയുന്ന പൊതുസ്ഥലങ്ങളിൽ നിന്നാണ്. അത് കാര്യമായ പടക്കം പൊട്ടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന്, ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് അത്ര വലിയൊരു പൊലിമ ഉണ്ടായിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ സംബന്ധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ DJ പാർട്ടിയും ഉണ്ടായിരുന്നു. ഒരു അനിഷ്ട സംഭവം ഉള്ളതായി. പക്ഷെ പിന്നീട് ഈ ജാഥയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടും പ്രകടനത്തിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ടും പ്രകടനത്തിന് അലോസരപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനുണ്ടായിരുന്ന മുതിർന്ന ആളുകൾ ആ രംഗമൊക്കെ ശാന്തമാക്കി വളരെ ശാന്തമായ രൂപത്തിലാണ് പ്രകടനം നടത്തിയത്. പക്ഷേ പിന്നീടാണ് അവിടെ പരാതികൾ കൊണ്ട് എന്നറിയുന്നത് വാസ്തവം. ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിൽ UDF സ്ഥാനാർത്ഥികളാണ് ചോക്കാട് പഞ്ചായത്തിൽ ജയിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരിൽ നടന്ന ആഘോഷങ്ങൾ അതിരുവിട്ടതായും ഭീഷണിപ്പെടുത്തിയതായും പുതുതായി തിരഞ്ഞെടുത്ത CPM അംഗം മജീദ് പറഞ്ഞു. ഒരു സാഹചര്യത്തിലും അക്രമമാർഗത്തിലേക്ക് പോവില്ലെന്നും മജീദ് പറഞ്ഞു. ഷിറാഖാന്റെ വീട്ടിലേക്കും അഷ്റാഖാന്റെ മേത്തേക്കും കുഞ്ഞാമാത്താന്റെ ദേഹത്തേക്കൊക്കെ ഇവിടെ പടക്കെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, വാർഡിൽ ഫുള്ള് സ്ഥലത്ത് പടക്കെറിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ മറ്റേ നെല്ലിയാമട നഗറിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ബാർബർ ഷോപ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ശക്തമായ ആക്രമണം എന്നല്ല ഇവിടെ നടന്നത്. എന്റെ വണ്ടിക്ക് എറിഞ്ഞു,
എൻ്റെ വീട്ടിൽ പോയി കണ്ട് മക്കളെ ദേഹത്ത് മണ്ണ് പറ്റിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു വിഷയമല്ല കാര്യമില്ല. കാരണം ഞങ്ങൾ തോറ്റ് ഞങ്ങൾക്ക് ഇതൊക്കെ പരിചയമാണ്. ഞങ്ങൾ ചീത്ത ഒരുപാട് കൊണ്ടതാണ്. പക്ഷെ ഞങ്ങൾ ജയിച്ച 2 പ്രാവശ്യവും ഞങ്ങൾ ആരെ മേത്തേക്കും കയറിയിട്ടില്ല. നമ്മൾ സമാധാനപരമായിട്ടാണ് പോയിട്ടുള്ളത്. ഈ പിന്നെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞു, റിസൾട്ടും വന്നു. തോറ്റോരും തോറ്റു വൈക്കും ജയിച്ചോന്റെ വൈക്കൊക്കെ പോവുക. നമ്മൾ ഈ നാട്ടില് ശരിക്കും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല. എല്ലാവരും ദിവസം കാണുന്നവരാണ്. ഞാൻ ജയിച്ചപ്പോൾ തന്നെ എല്ലാവരോടും ജയിക്കുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ ആര് ജയിച്ചാലും ഇവിടുത്തെ മെമ്പർ ഞാനായിരിക്കുമെന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ പൊതുരംഗത്തുള്ള ആളാണ്. ഞാൻ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് മുതിർന്ന ഒരാൾ പറഞ്ഞത് എന്താ പറയുക, ജയം തോൽവിയൊക്കെ ഉണ്ടാവും, പക്ഷെ മജീദിന്റെ വർക്ക് നിർത്തരുത് എന്ന് പറഞ്ഞു. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ ആ വർക്ക് നിർത്താനുള്ള ഇതുമില്ല. അതിൽ പ്രതിഷേധിച്ചിട്ട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങൾ സമാധാനപരമായിട്ട് ഇന്ന് 5 മണിക്ക് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. ആരും വെല്ലുവിളിക്കാനല്ല, ഈ നാട്ടിൽ സമാധാനം നിലനിർത്താൻ ഞങ്ങളാൾക്കാർക്ക് ഞങ്ങൾ താക്കീത് കൊടുക്കാനാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തുന്നത്. ഞങ്ങളാൾക്കാർക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതുണ്ടാകുമല്ലോ, ഞങ്ങളാൾക്കാരോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, നമ്മൾ ഒരിക്കലും അക്രമം പാടില്ല. അക്രമം നാട് ഏതൊരു കലാപം നാടിന്റെ നാശത്തിലേക്കുള്ള നയിക്കുക. ഇപ്പോൾ കുഞ്ഞാപ്പാക്കാന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. കാരണം കുഞ്ഞാപ്പാക്ക് ഇവിടെ തോറ്റത് ഏറ്റവും സ്ഥാനാർത്ഥിനെക്കോ ഒന്നല്ല പ്രശ്നം, കുഞ്ഞാപ്പാക്കാനെ ഞങ്ങൾ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു ചീത്ത പോലും ഞങ്ങളെ പ്രകടനത്തിൽ ഒരു ചീത്ത ഒരാളെ പറഞ്ഞേക്കണമെന്ന് ഈ നാട്ടിൽ ഒരു കുട്ടികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പരിപാടിയാണ് നിർത്തും. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളതല്ല. എൻ്റെ വാപ്പ ഇവിടുത്തെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചെന്ന ഏറ്റവും വലുത് എന്താ പറയുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരുടെ ആശയത്തെ നമ്മൾ ബഹുമാനിക്കുക. നമുക്ക് വിമർശനങ്ങളുണ്ടാവും, അത് നമ്മൾ വിമർശിക്കാം. 2 ആശയങ്ങൾ തമ്മിലുള്ള വിമർശനങ്ങളുണ്ടാവും. വ്യക്തിപരമായിട്ട് ഒരാളെയും ദ്രോഹിക്കരുത്, ഒരാളെയും ആക്ഷേപിക്കരുത്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.